CMRL കമ്പനിക്കെതിരെയും അതിൻ്റെ ഉടമയ്ക്കെതിരെയും അതുപോലെ എക്സാലോജിക്കിനെതിരെയും അതിൻ്റെ ഏക ഡയറക്ടറായ വീണ തൈക്കണ്ടിൽ, അതായത് വീണ വിജയൻ, അവർക്കെതിരെയും SFIO കുറ്റപത്രം ചുമത്തിയിരിക്കുകയാണ്. SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. അത് കൃത്യമായും കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ, കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി കൂടി വേണമായിരുന്നു കൃത്യമായും ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ. അതാണിപ്പോൾ സാധ്യമായിരിക്കുന്നത്. വീണ വിജയൻ അനധികൃതമായി പണം സമ്പാദിച്ചു എന്നുള്ളതും 2.7 കോടി രൂപ അത് തെളിവുകളില്ലാതെ, മതിയായ രേഖകളില്ലാതെ അവർക്ക് മാസപ്പടിയായി ലഭിച്ച തുക എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ശശിധരൻ കാർത്തയ്ക്കെതിരെയുള്ള നടപടിക്രമങ്ങളും അതിവേഗം തന്നെ എറണാകുളം അതിവിചാരണ കോടതി പൂർത്തീകരിക്കും എന്ന് വ്യക്തമാണ്. ഒരു കാര്യം മാത്രമാണ് അവിടെ ബാക്കിയായി അവശേഷിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർമ്മല സീതാരാമനെ കാണാൻ പോയത് ഈ കാര്യത്തിൽ, തൻ്റെ മകളെ ഉൾപ്പെടുത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയുമായാണ് എന്നായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും തന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് എന്നാണ് കേരളത്തിലെ BJP പറയുന്നത്. കേരളത്തിലെ BJPക്ക് CPIMുമായി യാതൊരു ബന്ധവുമില്ല എന്നും അങ്ങനെ പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധം മാത്രമാണ് എന്നാണ് കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും ഒക്കെ പറയുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയം വകുപ്പ് മാറ്റി CMRL ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമായി കണ്ടെത്തേണ്ടതായുണ്ട്. ഇതിലൊരു 185 കോടിയുടെ തട്ടിപ്പും കണ്ടെത്തിയിരിക്കുകയാണ്. ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശശിധരൻ കാർത്തയെ വിശദമായി ചോദ്യം ചെയ്യും എന്നാണ് വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ലേബൽ ഉപയോഗിച്ച് വീണ തൈക്കണ്ടിയിൽ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന ആരോപണമാണ് കൃത്യമായും ഇവിടെ നിഴലിക്കുന്നത്. SFIOയുടെ റിപ്പോർട്ട് ഒരു തട്ടിക്കൂട്ടിയുള്ള റിപ്പോർട്ടാണ്. വീണ വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. വീണ വിജയനെ ഈസിയായി അതിൽ നിന്നും തടി ഊരിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് കേരളത്തിൽ പ്രതിപക്ഷം പറയുന്നതെങ്കിൽ പോലും അതത്ര എളുപ്പമല്ല. കാരണം അത്രമേൽ കുരുക്ക് മുറുകുന്ന ഒരവസ്ഥയിലേക്കാണ് എക്സാലോജിക്കിൽ നടന്ന ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യവും CMRLലെ തിരിമറിയും ഒരുപോലെ SFIO കണ്ടുപിടിച്ചിരിക്കുന്നത്.